സോറി, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ലേശം വൈകിയതേ ഉള്ളൂ. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? അത്രയും ദീർഘദർശനം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് 21ാം സ്ഥാനത്തിലേക്ക് മാറാൻ എന്താ കാരണം? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ആളിനെ നമുക്ക് മനസ്സിലായി. എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും എതിർത്ത് ആളവിടെ മോശക്കാരനാക്കി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു അജണ്ട. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ? അപ്പോ ആയതുകൊണ്ട് ആൾക്കാരുടെ മനസ്സ് മടുക്കണ്. കുറെ കാലമായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റണത്. എന്താ ഇത്? ഇപ്പൊ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും കാശ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നമാണിത്. അങ്ങനെ ബൂർഷാ ദുബായിക്കാരന്റെ കാശ് കൊണ്ട് വാർഷികം നടത്തേണ്ട ഗതികേടൊന്നും പാർട്ടിക്ക് വന്നിട്ടില്ല. അത് നല്ല അടികൊള്ളാത്തതിന്റെ. അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത്, അല്ലാണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇറക്കണമില്ല. ഇവിടെ കയറി വന്ന് ന്യായം അന്യായം പറയാൻ നമ്മളാരാണാവോ? ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ. അങ്ങനെ പറഞ്ഞയക്കുന്ന ഒരു അന്തരീക്ഷം മാറ്റി കാണുന്ന ഭാവി തലമുറക്ക് ജോലി കൊടുക്കുന്ന അത് ഇവിടുത്തെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായി നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ്. ഇതങ്ങനെ കേരള ലെവലിൽ ചിന്തിച്ചാ പോരാ, കേന്ദ്ര ലെവലിൽ ചിന്തിക്കണം. പറ്റുമോ? ഇല്ല. നമ്മളിവിടെ ചെയ്താൽ മാത്രമേ കേരളം ഈ 21ൽ നിന്ന് 10ലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോൾ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ ഫാക്ടറികളൊക്കെ ഒന്ന് എവിടെ പോയി? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എത്ര ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് ഇപ്പൊ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ്. അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ മതി. ഞാനിപ്പോ അടുത്ത പ്രാവശ്യം വാരാണസി പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അവർ ഫാക്ടറി വാസ് ഇൻ യുവർ സ്റ്റേറ്റ് കേരള, ദെൻ വി ബ്രോട്ട് ഹിയർ ആൻഡ് മോഡേണൈസ്ഡ് ദ ഫാക്ടറി. നൗ അബൌട്ട് 900 പീപ്പിൾ വർക്കിംഗ്. ഇതാണ് എന്റെ പുകയില്ലാത്ത അടുപ്പ്. ആയുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല. അങ്ങനെയുള്ള വലിയ ഫാക്ടറികൾ എല്ലാം പൂട്ടിപ്പോവുകയും വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്തു. ഒക്കെ ഇങ്ങക്ക് വേണ്ടിയാ ആ വിചാരം ഇങ്ങക്ക് ഉണ്ടായാൽ മതി. ഇപ്പൊ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ യങ് ജനറേഷൻ വരെയാണ്. അവർക്ക് ജോലി കൊടുക്കേണ്ട ചുമതല അവിടുത്തെ രാജകുടുംബാംഗങ്ങൾക്കും അവിടുത്തെ ഭരണകർത്താക്കൾക്കുമാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ കാണുമ്പോഴാ വീട്ടിയിരിക്കുന്നതിനൊക്കെ എടുത്ത് കിണറ്റിയിടാൻ തോന്നുന്നു. നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ. പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി തീരുന്നത് വരെ നമുക്ക് ഭരിക്കാം. ഇപ്പൊ സൗദി അറേബ്യയിൽ ഈ സൗദിയെ ശേഷം വന്നപ്പോൾ ഏറ്റവും അധികം പോന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യക്കാരാണ്. അതിൽ കൂടുതൽ മലയാളികളാണ്. ഓഹോ, അപ്പൊ ഞാൻ സംശയിച്ചത് തന്നെയാണ് പ്രശ്നം. ആശാന്ത അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയ അവരവിടെ സെറ്റിൽ ആവുകയാണ്. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ. പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.